കേരളത്തിൽ ഒരു വീട് പണിയുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നതും പിന്നീട് ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നതുമായ ഒരു കാര്യമാണ് ചുറ്റുമതിൽ അഥവാ കോമ്പൗണ്ട് വാൾ നിർമ്മാണം. നമ്മുടെ വസ്തുവിന് ചുറ്റും ഒരു മതിൽ പണിയുക എന്നത് പലരുടെയും വലിയൊരു സ്വപ്നമാണ്. എന്നാൽ മതിൽ പണിയാൻ തുടങ്ങുമ്പോഴായിരിക്കും പലപ്പോഴും അയൽവാസികളുമായി തർക്കങ്ങൾ തുടങ്ങുന്നത്. സ്വന്തം സ്ഥലം വിട്ട് വേണം മതിൽ പണിയാൻ എന്ന് ചിലർ പറയും. മറുവശത്ത് അങ്ങനെ ചെയ്താൽ എൻ്റെ സ്ഥലം നഷ്ടപ്പെടില്ലേ എന്ന ആശങ്കയും ഉടമകൾക്കുണ്ട്. അതിർത്തി കല്ലിട്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ മതിൽ പണിയാൻ നിയമപരമായി കഴിയുമോ, അതോ ഒരകലം വിട്ട് പണിയണമോ? ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തതിനാലാണ് കേരളത്തിൽ ഇന്ന് ആയിരക്കണക്കിന് സിവിൽ കേസുകളും പോലീസ് പരാതികളും ഉണ്ടാകുന്നത്. വെറും ഒരടി സ്ഥലം അല്ലെങ്കിൽ 1 ഇഞ്ച് അതിർത്തി മാറിപ്പോയത് കൊണ്ട് പോലും വർഷങ്ങളോളം നീളുന്ന തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം നമുക്ക് ചുറ്റും കാണാം. അതുകൊണ്ട് തന്നെ ചുറ്റുമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങളും പ്രായോഗിക കാര്യങ്ങളും ശരിയായി മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി നോക്കുന്നത് കേരളത്തിൽ ചുറ്റുമതിൽ കെട്ടുമ്പോൾ പാലിക്കേണ്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നിയമങ്ങൾ എന്തെല്ലാമാണ്, അതിർത്തി കല്ലിട്ടിരിക്കുന്ന ഭാഗത്ത് തന്നെ മതിൽ പണിയാൻ കഴിയുമോ, മതിൽ എത്ര അകലം പാലിച്ചാണ് പണിയേണ്ടത്, മതിൽ പണിയുന്നതിന് മുൻപ് അളവ് നടത്തേണ്ടതുണ്ടോ, അയൽവാസിയുമായി തർക്കം വന്നാൽ അത് എങ്ങനെ നിയമപരമായി പരിഹരിക്കാം, ഏത് സാഹചര്യങ്ങളിലാണ് പോലീസ് കേസ് വരെ എത്താൻ സാധ്യതയുള്ളത്, റോഡിൽ നിന്ന് എത്ര അകലം പാലിച്ചാണ് മതിൽ നിർമ്മിക്കേണ്ടത്, കൂടാതെ ഭാവിയിൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങളും നിയമപ്രശ്നങ്ങളും ഒഴിവാക്കാൻ മുൻകൂട്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കാണുക. മതിൽ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നിങ്ങളുടെ കൈവശമുള്ള സ്ഥലം യഥാർത്ഥത്തിൽ രേഖകളിലുള്ള അതേ അളവിലും അതേ അതിർത്തിയിലുമാണോ ഉള്ളത് എന്നുറപ്പാക്കുക എന്നതാണ്. കാരണം കേരളത്തിൽ പല സ്ഥലങ്ങളിലും പഴയകാലത്ത് കെട്ടിയ മതിലുകൾ യഥാർത്ഥ അതിർത്തിയിൽ തന്നെ ആവില്ല പണിതിട്ടുള്ളത്. ചിലർ പഴയ മതിൽ തന്നെയാണ് അതിർത്തി എന്ന് കരുതി അതേ വരിയിൽ പുതിയ മതിൽ നിർമ്മിക്കുന്നു. എന്നാൽ പിന്നീട് അളവ് നടത്തുമ്പോൾ ആവും മതിൽ അയൽവാസിയുടെ സ്ഥലത്തേക്ക് അരയടി അല്ലെങ്കിൽ ഒരടി, ചിലപ്പോൾ 2 അടി വരെ കയറിയിരിക്കുന്നതായി കാണുന്നത്. അതോടെ വർഷങ്ങളോളം നീളുന്ന കേസുകളും തർക്കങ്ങളും ആരംഭിക്കുന്നു. അതുകൊണ്ട് തന്നെ മതിൽ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം വസ്തുവിൻ്റെ രേഖകൾ പരിശോധിക്കണം. അതായത് ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖയായ ആധാരം, കരം രസീത്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, സാധ്യമെങ്കിൽ സർവേ സ്കെച്ച് എന്നിവ പരിശോധിക്കണം. ഈ രേഖകൾ പരിശോധിക്കാതെ നേരിട്ട് തൊഴിലാളികളെ വിളിച്ച് മതിൽ പണിയാൻ തുടങ്ങുന്നത് ഭാവിയിൽ വലിയ അപകടമാണ്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർവേ ആണ്. കേരളത്തിൽ സ്ഥല അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ ഭൂരിഭാഗവും ശരിയായ അളവെടുപ്പ് നടത്താത്തതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് വലിയ തുക ചിലവഴിച്ച് മതിൽ നിർമ്മിക്കുന്നതിന് മുമ്പ് ലൈസൻസ് ഉള്ള സർവേയറെ കൊണ്ട് അതിർത്തി വ്യക്തമായി അളന്ന് മാർക്ക് ചെയ്യുന്നത് ഏറ്റവും സുരക്ഷിതമായ നടപടിയാണ്. അതിനുശേഷം മാത്രമേ മതിൽ പണിയുന്നത് ആരംഭിക്കാൻ പാടുള്ളൂ. ഇനി കേരളത്തിലെ ചുറ്റുമതിൽ നിയമങ്ങളും അകലം പാലിക്കേണ്ട രീതിയും എങ്ങനെയാണെന്ന് നോക്കാം. കേരളത്തിൽ പഞ്ചായത്ത് പ്രദേശങ്ങൾക്ക് പ്രത്യേകവും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശങ്ങൾക്ക് പ്രത്യേകവും കെട്ടിട നിർമ്മാണ നിയമങ്ങളാണുള്ളത്. പഞ്ചായത്ത് പ്രദേശങ്ങളിൽ കേരള പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ കേരള മുനിസിപ്പാലിറ്റി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമാണ് ബാധകമാവുന്നത്. പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ എന്തെന്നാൽ സ്വന്തം ഭൂമിയിൽ മതിൽ എവിടെയും കെട്ടാമെന്നും നിയമം വീടിന് മാത്രമാണ് ബാധകമെന്നും ആണ്. കേരള പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ പ്രത്യേക അധ്യായമായി മതിൽ നിർമ്മാണ ചട്ടങ്ങൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ചട്ടം 69 പ്രകാരം പൊതുനിരത്തിനോടോ പൊതുസ്ഥലത്തിനോടോ പൊതുജലാശയത്തിനോടോ ചേർന്ന് നിർമ്മിക്കുന്ന മതിലിന് അനുമതി ലഭ്യമാക്കേണ്ടതാണ്. മറ്റുള്ള വശത്ത് മതിൽ കെട്ടുന്നതിന് അനുമതി ആവശ്യമില്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നുണ്ടെന്ന് കരുതൂ. ആ റോഡിനോട് ചേർന്ന ഭാഗത്ത് നിങ്ങളൊരു ചുറ്റുമതിൽ നിർമ്മിക്കാൻ പോകുന്നുവെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് അനുമതി വാങ്ങേണ്ടതുണ്ട്. കാരണം ഭാവിയിൽ റോഡ് വികസനം, വീതി വർധന അല്ലെങ്കിൽ പൊതുഗതാഗത സൗകര്യങ്ങൾ എന്നിവയെ ബാധിക്കാതിരിക്കാനാണ് ഈ നിയമം. അതേസമയം വീടിന്റെ പിന്നാമ്പുറത്തോ അയൽവാസിയുടെ സ്ഥലത്തോട് ചേർന്നുള്ള സൈഡുകളിലോ നിങ്ങളുടെ സ്വന്തം അതിർത്തിക്കുള്ളിൽ മതിൽ നിർമ്മിക്കുകയാണെങ്കിൽ സാധാരണയായി പ്രത്യേക പെർമിറ്റ് ആവശ്യമില്ല. പക്ഷേ അതിർത്തി സംബന്ധിച്ച തർക്കങ്ങൾ ഒഴിവാക്കാൻ മുൻകൂട്ടി സർവേയറെ ഉപയോഗിച്ച് അളവ് നടത്തി അതിർത്തി ഉറപ്പാക്കുന്നത് വളരെ നല്ലതാണ്. ഇനി റോഡിൽ നിന്നും എത്ര ദൂരം മാറി മതിൽ കെട്ടണം എന്ന് നോക്കാം. ഈ കാര്യത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. നിലവിലെ നിയമപ്രകാരം സ്വന്തം വസ്തുവിന്റെ അതിർത്തിയിൽ തന്നെ മതിൽ നിർമ്മിക്കാൻ സാധിക്കും. റോഡിൽ നിന്ന് പ്രത്യേക സെറ്റ് ബാക്ക് ദൂരം മതിലിന് ആവശ്യമില്ല. അതായത് സാധാരണ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ സ്വന്തം സ്ഥലത്തിന്റെ അതിർത്തിക്കുള്ളിൽ തന്നെ അതിർത്തി കല്ലിനോട് ചേർന്ന് മതിൽ നിർമ്മിക്കാൻ സാധിക്കും. എന്നാൽ മതിലിന്റെ ഒരു ഭാഗവും റോഡിലേക്ക് തള്ളി നിൽക്കാൻ പാടില്ല എന്നത് കർശനമാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ വീടിന്റെ മുൻവശത്ത് പഞ്ചായത്ത് റോഡ് ഉണ്ടെന്നും സർവേ പ്രകാരം അതിർത്തിക്കല്ല് റോഡിന്റെ അരികിൽ നിന്ന് 2 അടി അകലെ നിങ്ങളുടെ സ്ഥലത്തിനുള്ളിൽ തന്നെയാണെന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ ആ അതിർത്തിക്കല്ല് വരെയായി നിങ്ങൾക്ക് മതിൽ നിർമ്മിക്കാൻ സാധിക്കും. പക്ഷേ മതിലിന്റെ ബേസ്, പില്ലർ, കോൺക്രീറ്റ് പ്രൊജക്ഷൻ, ഗേറ്റ് അല്ലെങ്കിൽ റൂഫ് ഷെയ്ഡ് എന്നിവയുടെ ഒരു ഭാഗം പോലും റോഡിലേക്ക് തള്ളി നിൽക്കാൻ പാടില്ല. ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നം റോഡ് വികസനവുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ പല പ്രധാന റോഡുകളും ഭാവിയിൽ വീതികൂട്ടൽ പദ്ധതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ റോഡിനോട് വളരെ ചേർന്ന് സ്ഥിരമായ മതിൽ നിർമ്മിച്ചാൽ പിന്നീട് സർക്കാർ അത് പൊളിക്കണമെന്ന് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരം ലഭിക്കാതെ സ്വന്തം ചെലവിൽ പൊളിക്കേണ്ട അവസ്ഥയും വരാം. അതുകൊണ്ട് റോഡിന്റെ അതിർത്തിയിൽ നിന്ന് മാറിയല്ലാതെ മതിൽ നിർമ്മിക്കുന്നത് അപകടകരമാണ്.
ഇനി അതിർത്തി മതിൽ പരമാവധി എത്ര ഉയരത്തിൽ പണിയാമെന്ന് നോക്കാം. കേരളത്തിലെ സാധാരണ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം റോഡിന് അഭിമുഖമായി വരുമ്പോൾ അതിർത്തിയിലെ മതിലിന്റെ ഉയരം പൊതുവെ 2 മീറ്റർ വരെ അനുവദിക്കപ്പെടാറുണ്ട്. എന്നാൽ ഗേറ്റിന്റെ ഭാഗത്തോ മറ്റ് സുരക്ഷാ ആവശ്യങ്ങൾക്കോ 2 മീറ്ററിൽ കൂടുതൽ ഉയരം വേണമെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അനുമതി ആവശ്യമാണ്. അമിതമായ ഉയരമുള്ള മതിലുകൾ കാറ്റിലോ മറ്റ് പ്രകൃതിക്ഷോഭങ്ങളിലോ അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അനുമതി ലഭിക്കൂ. ഉദാഹരണത്തിന്, ഒരു വീടിന്റെ മുൻവശത്ത് 6.5 അടി ഉയരത്തിൽ സാധാരണ കോമ്പൗണ്ട് വാൾ നിർമ്മിക്കുന്നത് സാധാരണയായി പ്രശ്നമല്ല. എന്നാൽ അതേ സ്ഥലത്ത് 10 അടി ഉയരത്തിൽ പൂർണ്ണ കോൺക്രീറ്റ് മതിൽ നിർമ്മിക്കാനാണ് പദ്ധതിയെങ്കിൽ അത് അയൽവാസികളുടെ വെളിച്ചവും വായു സഞ്ചാരവും തടസ്സപ്പെടുത്തുന്നതായി പരാതി വരാൻ സാധ്യതയുണ്ട്. കൂടാതെ ശക്തമായ കാറ്റിൽ മതിൽ തകർന്നു വീഴാനുള്ള അപകട സാധ്യതയും ഉണ്ടാകും. അതിനാൽ ഇത്തരത്തിലുള്ള ഉയരമുള്ള മതിലുകൾ നിർമ്മിക്കാൻ മുൻകൂട്ടി പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ അനുമതിയും എഞ്ചിനീയറിംഗ് പരിശോധനയും നിർബന്ധമായേക്കാം. അതുപോലെ വലിയ കല്ലുമതിലുകൾ, താങ്ങുമതിലുകൾ, വാണിജ്യ സ്ഥാപനങ്ങളുടെ ചുറ്റുമതിലുകൾ, ഭാരം കൂടിയ ഇരുമ്പ് ഗേറ്റുകളുള്ള നിർമ്മാണങ്ങൾ എന്നിവയ്ക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അനുമതി ആവശ്യമാണ്. ഉദാഹരണത്തിന്, ഒരു മലഞ്ചെരുവിന് സമീപമുള്ള സ്ഥലത്ത് മണ്ണിടിച്ചിൽ തടയാൻ 12 അടി ഉയരത്തിൽ വലിയ താങ്ങുമതിൽ നിർമ്മിക്കണമെങ്കിൽ അതിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ ഒരു ഷോറൂമിന്റെയോ ഗോഡൌണിന്റെയോ ചുറ്റും 15 അടി ഉയരത്തിൽ കല്ലുമതിലും ഭാരം കൂടിയ സ്ലൈഡിംഗ് അയൺ ഗേറ്റും സ്ഥാപിക്കാനാണ് പദ്ധതിയെങ്കിൽ അതിന്റെ ഫൗണ്ടേഷന്റെ ശക്തി, റോഡിലേക്കുള്ള സുരക്ഷ, വാഹന ഗതാഗതത്തിനുണ്ടാകാവുന്ന അപകട സാധ്യത എന്നിവ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ച ശേഷമാണ് അനുമതി നൽകുക. അനുമതി ഇല്ലാതെ ഇത്തരം നിർമ്മാണങ്ങൾ നടത്തിയാൽ പിന്നീട് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നടപടി സ്വീകരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ മാർഗം പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ നേരിട്ട് അന്വേഷിച്ച ശേഷം മാത്രമേ നിർമ്മാണം ആരംഭിക്കാവൂ എന്നതാണ്. ചിലർ സുരക്ഷയുടെ പേരിൽ മതിലിന് മുകളിൽ മൂർച്ചയുള്ള കമ്പികളും വൈദ്യുതി വേരുകളും സ്ഥാപിക്കാറുണ്ട്. എന്നാൽ ഇതിലൂടെ അപകടം സംഭവിച്ചാൽ അത് വലിയ നിയമപ്രശ്നമായി മാറും. ഒരു കുട്ടിക്കോ പൊതുജനത്തിനോ പരിക്ക് സംഭവിച്ചാൽ അശ്രദ്ധ മൂലമുള്ള അപകടമെന്ന നിലയിൽ പോലീസ് കേസ് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പൊതുവഴിയോട് ചേർന്ന സ്ഥലങ്ങളിൽ അപകടകരമായ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നത് ഒഴിവാക്കണം. മതിലിന്റെ ഉയരത്തിന് നിയമത്തിൽ പ്രത്യേക പരിധി പറയുന്നില്ലെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നിയമങ്ങൾ പാലിച്ച് നിർമ്മിക്കുന്ന മതിലുകൾ വീടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം നിയമപരമായ നൂലാമാലകളിൽ നിന്ന് ഉടമയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി അതിർത്തി കല്ലിൽ നിന്ന് എത്ര മാറി മതിൽ പണിയാമെന്ന് നോക്കാം. അതായത് സാധാരണ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ സ്വന്തം സ്ഥലത്തിന്റെ അതിർത്തിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് അതിർത്തി കല്ലിനോട് തൊട്ടുരുമി വേണമെങ്കിലും മതിൽ പണിയാം. എന്നാൽ മതിൽ പണിയുമ്പോൾ നിലവിലുള്ള അതിർത്തി കല്ലിന് യാതൊരു കേടുപാടും വരുത്തരുത്. കല്ല് മാറ്റുന്നത് നിയമപ്രകാരം കുറ്റകരമാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ സ്ഥലത്തിൻ്റെയും അയൽവാസിയുടെ സ്ഥലത്തിൻ്റെയും ഇടയിൽ റവന്യൂ വകുപ്പ് സ്ഥാപിച്ച അതിർത്തി കല്ലുണ്ടെന്ന് കരുതൂ. നിങ്ങൾ കോമ്പൗണ്ട് വാൾ പണിയുമ്പോൾ മതിൽ നേരെ വരാൻ എന്ന കാരണത്താൽ ആ കല്ല് 2 ഇഞ്ച് മാറ്റി സ്ഥാപിക്കുകയോ താൽക്കാലികമായി എടുത്ത് പിന്നീട് വെക്കാമെന്ന് കരുതി നീക്കം ചെയ്യുകയോ ചെയ്താൽ പോലും അത് നിയമലംഘനമായി കണക്കാക്കാം. പിന്നീട് അയൽവാസി പരാതി നൽകിയാൽ റവന്യൂ സർവേ നടത്തും. അതിർത്തി കയ്യേറി എന്ന് കണ്ടെത്തിയാൽ സിവിൽ കേസിനൊപ്പം പോലീസ് കേസും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മതിൽ നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് അതിർത്തി വ്യക്തമായി ഉറപ്പാക്കി കല്ല് അതേ സ്ഥാനത്ത് സംരക്ഷിച്ചുകൊണ്ടാണ് നിർമ്മാണം നടത്തേണ്ടത്. മാത്രമല്ല, ഇവിടെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ മതിലിൻ്റെ ഒരു ഭാഗം പോലും അയൽവാസിയുടെ സ്ഥലത്തേക്ക് കടക്കാൻ പാടില്ല എന്നതാണ്. പ്രത്യേകിച്ച് മണ്ണിനടിയിൽ വരുന്ന ഫൗണ്ടേഷൻ, ഫൂട്ടിംഗ്, കോൺക്രീറ്റ് ബെൽറ്റ് എന്നിവ പോലും 1 ഇഞ്ച് പോലും മറുവശത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ അതിർത്തി കല്ലിൻ്റെ കേന്ദ്ര ബിന്ദുവിൽ നിന്ന് പൂർണ്ണമായും നിങ്ങളുടെ വശത്തേക്ക് മാറ്റി മാത്രമേ ഫൗണ്ടേഷനും തൂണുകളും നിർമ്മിക്കാവൂ. ഉദാഹരണത്തിന്, നിങ്ങൾ 9 ഇഞ്ച് വീതിയുള്ള കോമ്പൗണ്ട് വാൾ നിർമ്മിക്കുകയാണെന്ന് കരുതൂ. മതിൽ നേരെ അതിർത്തിയിൽ വരാൻ വേണ്ടി മധ്യത്തിൽ കെട്ടിയാൽ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ ഒരു ഭാഗം സ്വാഭാവികമായി അയൽവാസിയുടെ സ്ഥലത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് അയൽവാസി തൻ്റെ സ്ഥലത്ത് കെട്ടിട നിർമ്മാണം തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ തൻ്റെ സ്ഥലത്തിനുള്ളിലേക്ക് വന്നതായി കണ്ടെത്തിയാൽ വലിയ തർക്കമാകും. അത്തരത്തിൽ സിവിൽ കേസ്, സ്റ്റേ ഓർഡർ, മതിൽ പൊളിക്കാനുള്ള കോടതി നിർദ്ദേശം എന്നിവ വരെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പരിചയസമ്പന്നനായ സർവേയറുടെ സഹായത്തോടെ അതിർത്തി കൃത്യമായി ഉറപ്പാക്കി ഫൗണ്ടേഷൻ മുഴുവൻ സ്വന്തം വശത്തേക്ക് മാത്രം വരുന്ന രീതിയിൽ നിർമ്മിക്കുന്നത് അത്യാവശ്യമാണ്. ഇനി മറ്റൊരു പ്രധാന വിഷയം എന്തെന്നാൽ സംയുക്ത മതിൽ പണിയുന്നത് നല്ലതാണോ എന്നതാണ്. അതായത് 2 പുരയിടങ്ങളുടെയും അതിർത്തിയുടെ കൃത്യം നടുവിലൂടെ മതിൽ നിർമ്മിക്കാൻ കഴിയുമോ എന്നതാണ്. ഇപ്രകാരം മതിൽ നിർമ്മിക്കണമെങ്കിൽ ഇരുവിഭാഗത്തിൻ്റെയും വ്യക്തമായ സമ്മതം ആവശ്യമാണ്. വായ്മൊഴി സമ്മതം മാത്രം ആശ്രയിക്കാതെ രേഖാമൂലമുള്ള ധാരണയുണ്ടാക്കുന്നതാണ് ഉചിതം. ഇതിൻ്റെ നിർമ്മാണ ചെലവ് ഇരുവർക്കും പങ്കിടാം. ഉദാഹരണത്തിന്, 2 സഹോദരങ്ങൾ തമ്മിൽ വിഭജിച്ച സ്ഥലത്തിൻ്റെ അതിർത്തിയിൽ ഒരു കോമൺ വാൾ നിർമ്മിക്കാനാണ് തീരുമാനിക്കുന്നതെന്ന് കരുതുക. അങ്ങനെ ഇരുവരും പകുതി വീതം ചെലവ് വഹിച്ച് അതിർത്തിയുടെ മധ്യത്തിലായി മതിൽ നിർമ്മിക്കാൻ എഴുത്തുപരമായ ധാരണയുണ്ടാക്കിയാൽ ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. എന്നാൽ അയൽവാസിയുടെ വ്യക്തമായ സമ്മതമില്ലാതെ ഇത് കോമൺ വാൾ ആണെന്ന് കരുതി അതിർത്തിയുടെ മധ്യത്തിൽ മതിൽ നിർമ്മിച്ചാൽ പിന്നീട് തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ഉദാഹരണത്തിന് ഭാവിയിൽ അയൽവാസി തൻ്റെ ഭാഗത്ത് പുതിയ കെട്ടിടം പണിയാൻ ശ്രമിക്കുമ്പോൾ ആ മതിൽ പൊളിക്കണമെന്നോ തൻ്റെ അനുമതിയില്ലാതെ പണിതതാണെന്നോ വാദിക്കാം. അത്തരത്തിൽ സിവിൽ കേസ് വരെ എത്താൻ സാധ്യതയുള്ളതിനാൽ ജോയിന്റ് വാൾ നിർമ്മിക്കുമ്പോൾ എഴുത്തുപരമായ സമ്മതപത്രം തയ്യാറാക്കി സൂക്ഷിക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ മാർഗമാണ്. കൂടാതെ ഭാവിയിൽ സ്ഥലം വിൽക്കുകയോ പുതിയ ഉടമകൾ വരികയോ ചെയ്താൽ സംയുക്ത മതിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുള്ളതിനാൽ സാധ്യമായിടത്തോളം സ്വന്തം സ്ഥലത്തിനുള്ളിൽ തന്നെ മതിൽ നിർമ്മിക്കുന്നതാണ് നിയമപരമായി കൂടുതൽ സുരക്ഷിതം. കേരളത്തിൽ ചുറ്റുമതിലുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഭൂരിഭാഗവും സിവിൽ കോടതികളിലാണ് എത്തിച്ചേരുന്നത്. ഏറ്റവും സാധാരണമായ പ്രശ്നം അതിർത്തി തർക്കമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ അറിയാതെയെങ്കിലും അയൽവാസിയുടെ സ്ഥലത്തേക്ക് ഒരടി കയറി മതിൽ നിർമ്മിച്ചാൽ അയൽവാസിക്ക് കോടതിയെ സമീപിച്ച് നിർമ്മാണം നിർത്തിവെക്കാനും കയ്യേറിയ സ്ഥലം തിരികെ ലഭിക്കാനും മതിൽ പൊളിപ്പിക്കാനും നഷ്ടപരിഹാരം ആവശ്യപ്പെടാനും കഴിയും. ഇതുപോലെ ചില സ്ഥലങ്ങളിൽ വർഷങ്ങളായ ആളുകൾ ഉപയോഗിച്ചിരുന്ന വഴികൾ, വെള്ളം ഒഴുകിയിരുന്ന ചാലുകൾ, പ്രവേശന സൗകര്യങ്ങൾ എന്നിവ മതിൽ കാരണം തടസ്സപ്പെടുമ്പോഴും കേസുകൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ വക്കിലൂടെ കഴിഞ്ഞ 30 വർഷമായി അയൽവാസി വീട്ടിലെത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ നടപ്പാത ഉണ്ടെന്ന് കരുതുക. നിങ്ങൾ പുതിയ കോമ്പൗണ്ട് വാൾ പണിയുന്നതിനിടെ ആ വഴി പൂർണ്ണമായി അടച്ചാൽ അയൽവാസിക്ക് ഉപയോഗാവകാശം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാം. അതുപോലെ മഴവെള്ളം വർഷങ്ങളായി ഒഴുകിയിരുന്ന ഒരു പ്രകൃതിദത്ത ചാൽ മതിൽ നിർമ്മിച്ച് അടച്ചുപൂട്ടിയാൽ വെള്ളം അയൽവാസിയുടെ സ്ഥലത്തേക്ക് കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം. അത്തരത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സിവിൽ കേസും ചില സാഹചര്യങ്ങളിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ റവന്യൂ വകുപ്പിൻ്റെ ഇടപെടലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മതിൽ നിർമ്മിക്കുന്നതിന് മുമ്പ് സ്ഥലത്തിൻ്റെ പഴയ ഉപയോഗ രീതികളും വെള്ളത്തിൻ്റെ ഒഴുക്ക് ദിശയും പ്രവേശന സൗകര്യങ്ങളും മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. മറ്റൊരു പ്രധാന വിഷയം താങ്ങുമതിലുകളാണ്. മണ്ണൊലിപ്പ് തടയാനും വ്യത്യസ്ത ഉയരങ്ങളിലുള്ള മണ്ണ് ഇടിഞ്ഞു പോകാതെ താങ്ങി നിർത്താനും നിർമ്മിക്കുന്ന ശക്തമായ മതിലുകളാണ് താങ്ങുമതിലുകൾ. ഉദാഹരണത്തിന് റോഡിനേക്കാൾ താഴ്ന്ന സ്ഥലമുള്ള ഒരാൾ തൻ്റെ പ്ലോട്ടിലേക്ക് ലോറി കണക്കിന് മണ്ണ് കൊണ്ടുവന്ന് 5 അടി ഉയർത്തിയെന്ന് കരുതുക. എന്നാൽ മണ്ണ് താങ്ങി നിർത്താൻ ശക്തമായ റീറ്റെയിനിങ് വാൾ അതായത് താങ്ങുമതിൽ നിർമ്മിക്കാതെ വിട്ടാൽ ശക്തമായ മഴക്കാലത്ത് ആ മണ്ണ് അയൽവാസിയുടെ സ്ഥലത്തേക്ക് ഇടിഞ്ഞു വീഴാം. ഇതിലൂടെ കോമ്പൗണ്ട് വാൾ തകർന്നു പോവുക, കൃഷിനാശം സംഭവിക്കുക, വീടിൻ്റെ ഫൗണ്ടേഷന് കേടുപാടുകൾ വരിക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത്തരത്തിൽ അയൽവാസിക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് നൽകാനും പഞ്ചായത്ത് അല്ലെങ്കിൽ റവന്യൂ അധികൃതർ ഇടപെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭൂമിയുടെ ലെവൽ മാറ്റുമ്പോൾ യോഗ്യനായ എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം സുരക്ഷിതമായ താങ്ങുമതിൽ നിർമ്മിക്കുന്നത് വളരെ പ്രധാനമാണ്. മതിൽ നിർമ്മിക്കുമ്പോൾ മഴവെള്ളത്തിന് സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത്. അയൽവാസിയുടെ സ്ഥലത്തേക്ക് വെള്ളക്കെട്ടുണ്ടാകുന്ന രീതിയിൽ നിർമ്മാണം നടത്തിയാൽ നഷ്ടപരിഹാര അവകാശം വരെ ഉയർന്നു വരാം. അതുകൊണ്ട് ആവശ്യമായിടത്ത് വെള്ളം ഒഴുകി പോകാൻ സൗകര്യങ്ങൾ നൽകുന്നതും താങ്ങുമതിലുകളിൽ വെള്ളം പുറത്തേക്ക് പോകാനുള്ള ദ്വാരങ്ങൾ നൽകുന്നതും സുരക്ഷിതമാണ്. മറ്റൊരു പ്രധാന വിഷയം എന്തെന്നാൽ 1963 ലിമിറ്റേഷൻ ആക്ട് അനുസരിച്ച് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി തിരിച്ചു പിടിക്കുന്നതിനുള്ള സമയപരിധി 12 വർഷമാണ്. അതായത് ഒരാൾ നിങ്ങളുടെ സ്വകാര്യ ഭൂമി നിയമവിരുദ്ധമായി കൈവശം വെച്ചാൽ അത് തിരിച്ചു പിടിക്കാൻ 12 വർഷത്തിനുള്ളിൽ നിങ്ങൾ കോടതിയെ സമീപിക്കണം. ഭൂമിയുടെ മേലുള്ള യഥാർത്ഥ ഉടമസ്ഥൻ്റെ അവകാശം എപ്പോൾ തടസ്സപ്പെടുന്നുവോ അല്ലെങ്കിൽ എപ്പോഴാണോ മറ്റൊരാൾ അത് കൈവശപ്പെടുത്തുന്നത് അന്നു മുതൽ ഈ സമയപരിധി ആരംഭിക്കും. ഈ കാലയളവിനുള്ളിൽ യഥാർത്ഥ ഉടമ നിയമപരമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അയാൾക്ക് സ്വത്തിന്മേലുള്ള നിയമപരമായ അവകാശം നഷ്ടപ്പെടും. അതിനാൽ അയൽവാസി മതിൽ കെട്ടുമ്പോൾ നിങ്ങളുടെ സ്ഥലം കയ്യേറിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഒരുപാട് താമസിക്കാതെ തന്നെ കേസ് ഫയൽ ചെയ്ത് വസ്തു തിരിച്ചു പിടിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ 10 സെൻറ്റ് സ്ഥലത്തിൻ്റെ അതിർത്തിയിൽ അയൽവാസി കോമ്പൗണ്ട് വാൾ കെട്ടുമ്പോൾ ഏകദേശം 1 അടി സ്ഥലം തൻ്റെ വശത്തേക്ക് ഉൾപ്പെടുത്തി മതിൽ നിർമ്മിച്ചെന്ന് കരുതുക. ആദ്യം ചെറിയ കാര്യമാണെന്ന് കരുതി നിങ്ങളത് അവഗണിച്ചു. എന്നാൽ വർഷങ്ങളോളം അയാൾ ആ ഭാഗം തൻ്റെ സ്ഥലത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുകയും നിങ്ങൾ എതിർപ്പ് അറിയിക്കാതിരിക്കുകയും ചെയ്താൽ പിന്നീട് കേസ് ഫയൽ ചെയ്യുമ്പോൾ അത് നിയമപരമായി സങ്കീർണമാകാം. അതുകൊണ്ട് കയ്യേറ്റം നടന്നതായി ബോധ്യപ്പെട്ട ഉടൻ സർവേ നടത്തി ആവശ്യമായാൽ ഇൻജങ്ഷൻ സ്യൂട്ട് അല്ലെങ്കിൽ ഫിക്സേഷൻ ഓഫ് ബൗണ്ടറി കേസ് ഫയൽ ചെയ്ത് അവകാശം സംരക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. പലർക്കും ചുറ്റുമതിൽ പ്രശ്നങ്ങൾ സിവിൽ കേസുകൾ മാത്രമാണെന്ന ധാരണയുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഇത് നേരിട്ട് പോലീസ് കേസുകളിലേക്കും പോകാം. ഉദാഹരണത്തിന് അയൽവാസിയുടെ സ്ഥലത്തേക്ക് അനുമതിയില്ലാതെ കയറി കുഴിയെടുക്കുകയോ അടിസ്ഥാനം നിർമ്മിക്കുകയോ ചെയ്താൽ BNS സെക്ഷൻ 329 പ്രകാരം അതിക്രമിച്ചു കയറ്റത്തിന് കേസെടുക്കാം. അയൽവാസിയുടെ പഴയ മതിൽ പൊളിക്കുക, സർവേക്കല്ല് മാറ്റുക, വേലി നശിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്താൽ അത് സ്വത്ത് നശീകരണവുമായി ബന്ധപ്പെട്ട പരാതികളിലേക്ക് പോകുന്നതിന് കാരണമാകാം. ഇത് BNS ആക്ട് സെക്ഷൻ 324 പ്രകാരം കുറ്റകരമാകും. പൊതുവായി പറഞ്ഞാൽ പഴയ മതിൽ പൊളിച്ച് പുതിയ മതിൽ നിർമ്മിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പഴയ അതിർത്തി ശരിയാണോ എന്ന് ഉറപ്പാക്കുകയാണ്. അയൽവാസിയുടെ സാന്നിധ്യത്തിൽ അളവെടുപ്പ് നടത്തുകയും അതിൻ്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഭാവിയിൽ വലിയ സഹായമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.